ഈ ഒരു ഉത്തരം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സംശയം ഉണ്ടായത്. ഇപ്പോൾ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം 9 മാസം ചുമക്കണം, അതിനുശേഷം പാലൂട്ടി ഒരു 6 മാസമെങ്കിലും ആ കുട്ടി മറ്റു ഭക്ഷണം കഴിക്കാനുള്ളൊരു കാലതാമസം എടുക്കും. അപ്പോൾ ആ ഒരു വർഷത്തിനിടയിൽ 2 റമദാനുകൾ ഒരുപക്ഷെ കടന്നു പോവുകയാണ് എങ്കിൽ അവരുടെ നോമ്പുമായി ബന്ധപ്പെട്ട് എന്താണ് വിശദീകരണം? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വീക്ഷണം വളരെ ശരിയായ ഒരു വീക്ഷണം തന്നെയായിരിക്കും ഇത്തരം ഘട്ടങ്ങളിൽ. അഥവാ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഈ ഒരു റമദാൻ സമയത്ത് ഗർഭത്തിൻ്റെ ആദ്യ സമയമാണ് എന്ന് വിചാരിക്കുക, അവർക്ക് നോമ്പെടുക്കാൻ കഴിയണില്ല. അടുത്ത ഒരു റമദാൻ വരുമ്പോൾ സ്വാഭാവികമായും അവളുടെ കുട്ടി പാല് കുടിക്കുന്ന അല്ലെങ്കിൽ പാലിനെ മാത്രം അവലംബിച്ച് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. വീണ്ടും അവർ അടുത്ത ഒരു റമദാൻ ആകുമ്പോഴേക്ക് ഗർഭിണിയായി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തുടരും. ഇങ്ങനൊരു 3-4 ഗർഭവും അതേപോലെ തന്നെ പാലൂട്ടുന്ന കാലാവസ്ഥയും കഴിയുമ്പോൾ ചുരുങ്ങിയത് ഒരു 6 കൊല്ലമോ അല്ലെങ്കിൽ 7 കൊല്ലമോ 8 കൊല്ലമോ ഒക്കെ ആകും. ഈ 8 കൊല്ലത്തെ നോമ്പ് ഒരുമിച്ച് നോറ്റ് വീട്ടണം അല്ലെങ്കിൽ പിന്നീടുള്ള സമയത്ത് നോറ്റ് വീട്ടണം എന്ന് പറയുന്നത് വലിയൊരു പ്രയാസം തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ, പ്രയാസകരമായി വരുന്ന ഘട്ടങ്ങളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ ഒരു നിയമം എടുത്തുകൊണ്ട്, അഥവാ ഓരോ ദിവസത്തെ നോമ്പിന് ഒരു അഗതിക്ക് ഭക്ഷണം നൽകുക എന്ന, ഫിദിയ നൽകുക എന്ന, അതിൻ്റെ അളവ് പറയുന്നത് ഒരു മുദ്ദ് എന്നാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 2 കൈകൾ കൂട്ടിപ്പിടിച്ച് അതിൽ വെക്കുന്ന, ഒരു ഒത്ത കൈകൾക്ക് 2 കൈകൾ കൂട്ടിപ്പിടിച്ച് അതിൽ കൊള്ളുന്ന ധാന്യം. സാധാരണയായിട്ട് ഒരു 750 ഗ്രാം അരി, അതല്ലെങ്കിൽ ഒരു 800 ഗ്രാം അരി ഒക്കെയാണ് സാധാരണയായിട്ട് കണക്കാക്കുക. ഇതാണ് ഒരാൾക്ക് ഭക്ഷണമായിട്ട് ഓരോ ദിവസത്തെ നോമ്പിനും കൊടുക്കേണ്ടത്. അത് അങ്ങനത്തെ ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ ആ ഒരു നിയമം എടുക്കാം. അല്ലാതെ സാധാരണയായിട്ട് ഒരു റമദാൻ കാലം അല്ലെങ്കിൽ 2 റമദാൻ കാലമൊക്കെ വിട്ടുപോകുന്നത് അത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിന് ശേഷമുള്ള സമയത്ത് നോറ്റ് വീട്ടുകയും ചെയ്യാം. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു അലം. ജസാക്കല്ലാഹ് ഖൈർ.